ഹലോ, വെൽക്കം ടു അവർ കുട്ടി വ്ളോഗ് സീരീസ്. സാലറി കിട്ടിക്കഴിഞ്ഞാൽ മാസത്തിലൊരു തവണ ലുലുവിലേക്കുള്ള വിസിറ്റ് മസ്റ്റാണ്. ബാക്കിയുള്ളതൊക്കെ ബോണസാണ്. നമ്മൾ ആദ്യം പോവുക ഹൈപ്പറിലേക്കാണ്. അവിടുന്ന് ആവശ്യമുള്ളതൊക്കെ വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡ് കോർട്ടിലേക്ക് പോകും. അവിടുന്ന് നമ്മൾ ഇന്നേ വരെ കഴിക്കാത്ത എന്തെങ്കിലുമൊക്കെ പുതിയ ഐറ്റം കാണുകയാണെങ്കിൽ ഒന്ന് വാങ്ങി നോക്കൂ കേട്ടോ. അങ്ങനെ വാങ്ങിയതെല്ലാം കൂടെ ബില്ല് ചെയ്തിട്ട് ഞങ്ങൾ വേറെയും ഷോപ്പിലൊക്കെ കയറാനുണ്ടായിരുന്നു. അതൊക്കെ കയറിയാണ് ഹൈപ്പറിലെത്തിയത്. ടൈം എടുത്തോണ്ടായിരിക്കും. ഞങ്ങൾ ചൂടാക്കി വാങ്ങിയ ഇതൊക്കെ തണുത്ത് പോയിട്ടുണ്ടായിരുന്നേ. കിട്ടിയപ്പോൾ ചൂടുണ്ടായിരുന്നു, പിന്നെ അങ്ങോട്ട് തണുത്തു പോയി. ഇതെന്താ പിസ്സ നീ ഇതുവരെ കഴിച്ചിട്ടില്ലേ എന്നാണ് ആലോചിക്കുന്നതെങ്കിൽ പിസ്സ കഴിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് വെജ് പിസ്സ കഴിക്കുന്നത്. ഹൈപ്പറിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. വലിയ റേറ്റ് ഒന്നുമില്ല. ഒരു ആവറേജ് പിസ്സ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ വെജ് ആയതുകൊണ്ടായിരിക്കും കേട്ടോ. പിന്നെ ഞങ്ങൾ വാങ്ങിയത് ഈ ചീസ് റിംഗ് ആണ്. ഇതിലെവിടെയാണ് ചീസ് എന്നുള്ള കാര്യത്തിലായിരുന്നു എൻ്റെ വമ്പൻ സംശയം ഇരുന്നിരുന്നത്. എനിക്ക് എവിടെ നിന്നും ചീസിൻ്റെ ടേസ്റ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. ചിലപ്പോൾ എൻ്റെ പ്രശ്നമായിരിക്കും, ജലദോഷമൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ലുലു ഫാഷനിലൊക്കെ കയറി ഇന്ന് കുറേ നോക്കിയെങ്കിലും നമുക്ക് അങ്ങനെ വലിയ ഇഷ്ടപ്പെടുന്നൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. മിററ് കണ്ട ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ അത് നമുക്ക് നിർബന്ധമാണ് ഇല്ലേ. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ദേ അടുത്ത മിറർ ഇതൊന്ന് കഴിഞ്ഞാലല്ലേ വേറെ എന്തെങ്കിലും എടുക്കാൻ പറ്റൂ. സനു ഷൂസൊക്കെ താഴെ നോക്കിയിട്ടുണ്ടായിരുന്നു ഫാഷനിൽ, പക്ഷേ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ സ്കെച്ചേഴ്സിലേക്ക് വന്നു. അവിടെ 2 ദിവസം മുന്നേ അവൻ എന്തൊക്കെയോ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനും കൂടെ വന്നിട്ട് ഒന്നിച്ചെടുക്കാന്ന് പറഞ്ഞ് എടുക്കാതെ പോകുന്നതാ. പക്ഷേ ഇപ്പോഴാണെങ്കിൽ ഇഷ്ടപ്പെട്ടതിന് അവൻ്റെ സൈസും ഇല്ല, അവൻ്റെ സൈസുള്ളത് അവനൊട്ടും ഇഷ്ടപ്പെടുന്നുമില്ല. പിന്നെ നമുക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ കയറാമെന്നൊക്കെ പറഞ്ഞിങ്ങ് പോന്നേ. ഇപ്പോൾ കുബാബ മന്തി ഭയങ്കര വൈറലാണ്. നമ്മളത് കഴിച്ചാലോ എന്ന് ഒരു തവണ ആലോചിച്ചു. പക്ഷേ ഇന്ന് വരി നിന്നാൽ ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടേ കിട്ടാൻ ചാൻസ് ഉള്ളൂ. അത്രയ്ക്ക് തിരക്കാ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ പോന്നു കേട്ടോ. പിന്നെ ഭായിമാർ നടത്തുന്ന ഒരു തട്ടുകടയുണ്ട്. അവിടുന്ന് ദോശയും ചിക്കൻ പൊരിച്ചതും അങ്ങനെയൊക്കെ കഴിച്ച് ഇത്തവണത്തെ നമ്മൾ ഔട്ടിങ് അവസാനിപ്പിച്ചേ. ഇനി വേറൊരു വീഡിയോയിൽ കാണാം കേട്ടോ.